ഫ്രണ്ട്സിന്റെ വീട്ടിലൊക്കെ നോക്കി, അവിടെ വന്നിട്ടില്ല. ഇവിടെ ഗേൾസ് ഹോസ്റ്റലിലും എത്തിയിട്ടില്ല. നിന്റെ മോൾ എവിടെടാ? 2 ദിവസമായി അവളോട് വന്നിട്ട്. എവിടെ ഉണ്ടെന്നോ എന്തു സംഭവിച്ചെന്നോ ഒന്നും എനിക്കറിയില്ല സാർ. നിന്റെ മോളെ കുറിച്ച് അന്വേഷിക്കുന്ന ആരാന്നറിയോ? വീരുഭായ്. ഈ വിശാഖപട്ടണത്ത് എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്നത് വീരുഭായ് ഒറ്റൊരാളാണ്. പോലീസ്, കോർട്ട് എല്ലാം വീരുഭായിയാ. നിങ്ങളോട് എതിർക്കാനുള്ള ശക്തി ഞങ്ങൾക്കില്ല സാർ. സത്യമായിട്ട് അവൾ എവിടെ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല. വീരുഭായിക്ക് നിന്റെ പുന്നാര മോളോട് ഭയങ്കര ഇഷ്ടാ. ഭായിയുടെ കൂടെ അവക്ക് സുഖമായിട്ട് ജീവിക്കാം. ഇല്ലെങ്കിൽ കൊല്ലും ഞാൻ. വീരുഭായിയുടെ ആൾക്കാർ നിന്നെ അന്വേഷിച്ചോട് വന്നിരുന്നു മോളെ. അവരുടെ കയ്യിലെങ്ങാനും നിന്നെ കിട്ടിയാൽ എന്താവും ഓർത്ത് എനിക്ക് പേടിയാവുക. നിനക്കൊരാളോട് ഇഷ്ടമാണെന്ന് നീ എന്നോട് പറഞ്ഞില്ലേ? അവന് നിന്നെ ശരിക്കും ഇഷ്ടമാണ്. എന്നെ അവന് വലിയ ഇഷ്ടമാണ്. നിന്നെ സ്നേഹിക്കുന്നവന്റെ കൂടെ നീ പൊയ്ക്കോ മോളെ, എവിടേക്കെങ്കിലും പൊയ്ക്കോ. മൂന്ന് ദിവസമായിട്ട് നീ ഇതെവിടെയാ? നീ ഇപ്പൊ എവിടെയുണ്ട്? നിന്റെ ഫ്ലാറ്റിൽ തന്നെയുണ്ട് ഞാൻ. അവന്മാർ ഇത്രയും നാൾ നിന്റെ പുറകെ നടന്നിട്ടും നീ എന്താ എന്നോട് അതിനെ കുറിച്ചൊന്നും പറയാതിരുന്നത്? അതിനർത്ഥം നിനക്ക് എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല, അവനോടുള്ള പേടി കൊണ്ടാണ് തീരുമാനം എടുത്തെന്നല്ലേ? ശരിയല്ലേ? എന്റെ കൂടെ വാ. എവിടേക്ക്? അവരിപ്പോ നിന്നെ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. ഇനി അവർ എന്നെയും കൂടെ കാണാൻ പോവാ. വേണ്ട സത്യ, അങ്ങനെയായിരുന്നെങ്കിൽ അവരെന്റെ പുറകെ വന്നപ്പോ തന്നെ ഞാൻ പറയില്ലായിരുന്നോ? ഇപ്പൊ ഇനി ഞാൻ എന്താ ചെയ്യേണ്ടെന്ന് പറ. അണ്ണാ, അവൾക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്. ഇപ്പോൾ അവർ രണ്ടുപേരും കല്യാണം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുക. അവളെ ഇങ്ങ് പിടിച്ചോണ്ട് വാടാ. റോങ് ടൈമിലാ മോനെ നീ എന്നെ കാണാൻ വന്നത്.
ചെയ്യ്. ആ എന്താന്ന് വെച്ചാ ചെയ്യ്. ചെയ്യാത്ത നിന്നീന്ന് ഞാൻ പ്രതീക്ഷിക്കുന്ന ഇതൊന്നും അല്ല സത്യ. നമുക്ക് ഈ വഴക്കൊന്നും വേണ്ട. എനിക്ക് നിന്നെ മതി, നിന്നെ മാത്രം മതി. എന്റെ അടുത്ത് നീ ഉണ്ടല്ലോ, അത് മതി എനിക്കെന്നും. ഇവിടുന്ന് എവിടേക്കെങ്കിലും ദൂരത്തേക്ക് നമുക്ക് പോവാം. പ്ലീസ് 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 സത്യ. പറയടാ. അവരിപ്പോ ഹൈദരാബാദിലേക്കുള്ള ബസ് കയറിയിട്ടുണ്ട്. അപ്പൊ നീ തന്നെയായിരുന്നു നിന്റെ മകളെ ഒളിപ്പിച്ചു വെച്ചിരുന്നു അല്ലേ? ഞാൻ എന്റെ മോളെ രക്ഷിക്കാൻ വേണ്ടുന്ന എന്തും ചെയ്യൂടാ. ഇൻസ്പെക്ടർ ഭായ്, അവിഹിത ബന്ധം കൊണ്ട് ഭാര്യയെ കൊന്ന് ആത്മഹത്യ ചെയ്ത ഭർത്താവ് നാളത്തെ പത്രത്തിൽ വന്നിരിക്കണം. അജയ് അണ്ണാ, അവൾ എന്നെ മോഹിപ്പിച്ച് കളഞ്ഞു. നമുക്ക് ആ സത്യം കൊന്നു കളഞ്ഞേക്കാം. അവര് ഹൈദരാബാദിലെത്താൻ പാടില്ല. അത് ഞാൻ ഏറ്റെണ്ണ. എല്ലാ തെളിവുകളും നശിപ്പിച്ചേക്കണം. മറക്കണ്ട. അണ്ണാ, ബസ് അങ്ങോട്ട് ടേൺ ചെയ്തിട്ടുണ്ട്. എന്താ ഇവിടെ പ്രശ്നം? ഒന്നും ചെയ്യല് പ്ലീസ്, പ്ലീസ്. ഹാപ്പി ജേർണി.
ബസ് അങ്ങ് കത്തിക്കട്ടെ. മനസ്സ് വെച്ചാൽ നടക്കാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല. നമ്മളൊന്ന് വിചാരിച്ചാൽ ഒരു പക്ഷേ പറ്റിയേക്കും. ബട്ട് പേഷ്യന്റ് കോമയിലല്ലേ ഡോക്ടർ? അവനെ അന്വേഷിച്ച് ആരും ഇതുവരെ ഇവിടെ വന്നിട്ട് കൂടിയില്ല.